അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനത്തോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, പ്രാർത്ഥന എത്ര ലളിതമാണെങ്കിലും എളിയതാണെങ്കിലും ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കേണ്ടത്? കർത്താവേ, നീയാണ് ഉദ്ദേശിക്കേണ്ടത്. നാനാവിധ രോഗികളെ കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡിപ്രഷൻ വന്നു പോയവർ, മനസ്സിടിഞ്ഞവർ, ഇപ്പോൾ കാണുന്നത് പോലെ നെഞ്ചിൻ്റെ ഉള്ളിൽ മുഴയുള്ളവരെ കർത്താവ് സ്പർശിക്കണമേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഉടലിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. കർത്താവ് അടിവയറ്റിലെ വേദനകളും മുഴുവൻ എല്ലാത്തരം അസ്വസ്ഥതകൾ, ഭാരങ്ങൾ, എന്തൊക്കെ കെട്ടിയിരിക്കണ പോലെ തോന്നുന്ന അവസ്ഥകൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ജോലി അന്വേഷിച്ച് പോകുന്നവരെ, കർത്താവ് ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ, ഓപ്പറേഷൻ 2.5 മണിക്കൂർ ഉണ്ടാകുമെന്ന് കേട്ടപ്പോഴൊരു പ്രയാസം നേരിടുന്നവരെ, അതിനെക്കുറിച്ച് ഭയങ്ങൾ തോന്നുന്നവരെ, എല്ലാ ഓപ്പറേഷനുകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവ്, പ്രസവത്തിലെ കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണ്, സിസേറിയൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നവർ, അങ്ങനെ ഓരോരോ വിഷയത്തിൽ പ്രസവ സംബന്ധമായ വിഷയങ്ങളിൽ വിഷമിക്കുന്നവരും വേദനിക്കുകയും വീർമുട്ടുകയും ചെയ്യുന്നവരുടെ എല്ലാ ഭാരങ്ങളും മാറി മാതാവ് പ്രസവത്തിൻ്റെ ഓപ്പറേഷൻ്റെ ടൈമിൽ അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ സമയം നിൻ്റെ കൂടെ കൈ പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ നിന്നെ ഏൽപ്പിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരാ എന്നേക്കും ആമേൻ. മക്കളെ, നമ്മളെ ഇന്നലെ കണ്ടത് ഒരു ബാങ്ക്രപ്സി എന്ന് പറയുന്നത് എന്താ? പാപ്പർ പാസ്. ചില ആൾക്കാർ പാപ്പർ പാസ് എന്ന് പറയത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലോണെടുത്ത് ജപ്തിയായി, നമുക്ക് അടക്കാൻ നിവൃത്തിയില്ല, നമ്മൾ ജയിലിൽ കേസ് കൊടുത്തവൻ ജയിച്ച് നമ്മൾ ജയിലിൽ പോയി വിചാരിച്ചു. അപ്പോൾ അതിന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ് പാപ്പർ പാസ് എന്ന് പറയുന്നത്. വെച്ചാൽ നമ്മൾ ബാങ്ക്രപ്സാണ്, നമ്മുടെ 5 പൈസയില്ല. അപ്പോൾ ചില സത്യമായിട്ട് അങ്ങനെ വരും. അപ്പോൾ ഇതുപോലെ ആത്മീയമായിട്ട് നമ്മൾ പാപ്പർ പാസ്സാവും, നമ്മുടെ ഒന്നുമില്ല.
നമുക്ക് സ്വർഗസ്ഥാന പിതാവ് ചെല്ലാനുള്ള ആവത് പോലും ഉണ്ടാകത്തില്ല. അപ്പം അങ്ങനെ പള്ളിയിൽ പോകാൻ തോന്നത്തില്ലെന്നൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല. ആ പഴയ ഒരു ബാങ്ക്രപ്സി, ഒരു വരണ്ട വാക്കുമായി പോകും. അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ എല്ലാം ഇങ്ങനെ റിസോഴ്സ് തീർന്നു പോകുന്ന അവസ്ഥ. അങ്ങനെ ഒരു സംഭവം വന്ന് നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റണില്ല, പക്ഷെ പ്രാർത്ഥിക്കാനൊട്ട് തോന്നുകയില്ല, അതിനുള്ള വിശ്വാസവുമില്ല, ഒരു തരം ശൂന്യമായ ഒരവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? അതിനിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇന്നലെ ഞാനൊന്ന് പറഞ്ഞായിരുന്നു, എന്താണ് ചെയ്യണമെല്ലാം ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ചെയ്യണമെന്ന് ഇന്നലെ പറഞ്ഞായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, അതായത് ഇപ്പോഴേ പൗലോസ് അപ്പോസ്തലനൊക്കെ പറഞ്ഞില്ലേ, കുറേ എന്തെങ്കിലും ഇപ്പം നിങ്ങൾ ബാങ്ക്രപ്സി ആയി പോയെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് ആത്മീയമായ ഒരു കൃപയും ഇല്ല, സീറോ ഗ്രേസ് ആണെന്ന് വിചാരിച്ചോ, അപ്പം എന്ത് ചെയ്യാമെന്നറിയുമോ? കുറച്ച് അനീതികളൊക്കെ ഉണ്ടല്ലോ, കുറച്ച് ആൾക്കാർ നമ്മളോട് ഇപ്പോൾ അനീതികളൊക്കെ ചെയ്യത്തില്ലേ? ഇപ്പം എന്നോട് കുറേ ആൾക്കാർ അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല. നമ്മൾ ചിലപ്പോൾ എല്ലാം നല്ലോണം പറഞ്ഞിരിക്കും, ചില ആൾക്കാർക്ക് അത് മോശമായിട്ട് വരുമല്ലോ. അപ്പോൾ ഏതായാലും നമ്മൾക്കെതിരെ ഈ സമൂഹത്തിൽ നമ്മൾ അനീതികൾ ചെയ്യും. അനീതികൾ പലതരത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് മറ്റുള്ളവർക്ക് അനീതി വരുമല്ല. മറ്റുള്ളവർ ചെയ്യണ അനീതി നമുക്കെതിരെ അനീതി ചെയ്യുന്നവരില്ലേ നമുക്കെതിരെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് എനിക്ക് 40 വയസ്സയച്ചായി, ഇനി എംപ്ലോയ്മെൻറ്റിൽ നിന്ന് എനിക്ക് കാർഡ് വരുവാന്നറിയത്തില്ല. അപ്പോൾ ഞാൻ ആ കാർഡ് നോക്കിയപ്പോൾ എംപ്ലോയ്മെൻ്റ് കാർഡ് കറുത്ത കാർഡ്, എംപ്ലോയ്മെൻറ്റ് കാർഡ് വെളുത്ത കാർഡായിരുന്നു. ഇത് ഇരുന്ന് ജോലി കിട്ടാതെ എപ്പോഴും പുതുക്കി ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ വരുന്ന് വിളിക്കും. അങ്ങനെ അപ്പം അവർ പറഞ്ഞു അവർക്ക് ജോലി വേണം. ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വിളിക്കത്തില്ലല്ലേ അവർ. ആ ഒരു കണ്ടീഷനിലായി അവർ. അപ്പം ഇതുപോലെ പക്ഷേ ജോലിക്കുള്ള മെമ്മോ നമുക്ക് എംപ്ലോയ്മെൻറ്റിൽ നിന്ന് വന്നെന്ന് വിചാരിക്കുമ്പോൾ പണ്ട് അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടായി, തൊഴിലില്ലാ വേതനം ഉണ്ടായിരുന്നില്ല. അപ്പോഴും ഇതുപോലെ നമുക്ക് വേതനത്തിന് വേണ്ടി കാർഡൊക്കെ വരും. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് അന്വേഷണം വരില്ല ആദ്യം. അപ്പോൾ ആൾക്കാർ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ വന്ന് അന്വേഷിക്കുമ്പോൾ ഇന്ന ആളിനെ തൊഴിലില്ലാ വേതനം അനുഭവിച്ചിട്ടുണ്ട് അയാൾക്ക്. അപ്പോൾ ചില കഥാപാത്രങ്ങളുണ്ടാവില്ല എല്ലാ നാട്ടിലും. അവർ പറയേ അവരെവിടെ അമേരിക്കയില, ബാംഗ്ലൂർ, അവരവിടെ എന്ത് ജോലിയാണല്ല, ഒരു ജോലിയില്ലേ, വീട്ടിൽ നിൽക്കാൻ പറ്റാതെ വേറെ എവിടെ പോയി നിൽക്കായിരിക്കും. പക്ഷെ എന്നാലും ആൾക്കാർ നമ്മളിങ്ങനെ സഹായിക്കും. അതുകൊണ്ട് അവരുടെ ജോലി ഉണ്ടല്ലേ എന്താണെന്ന് പറഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യും, സഹായം ക്യാൻസൽ ചെയ്യും. അപ്പോൾ അയൽവാസികൾ ചെയ്യണ സഹായങ്ങളാണ്. ഇതുപോലെ അനീതികൾ ചിലപ്പോൾ ഒരു കല്യാണക്കാര്യം വരുമ്പോൾ അന്വേഷിക്കണത് ഇതുപോലെ റോഡേ വന്നിട്ട് നമ്മൾ ആൾക്കാർ അന്വേഷിക്കുമല്ലോ, ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു കല്യാണം, ഇന്ന വീട്ടിൽ നിന്ന് കല്യാണം എടുക്കുന്നു, അപ്പോൾ അതുകൊണ്ട് ഞങ്ങളവിടെ അന്വേഷിക്കാൻ വന്നാണെന്നൊക്കെ പറയുമ്പോൾ കേൾക്കണം പറയും, അതൊക്കെ ശരിയാണ്, ഒന്ന് അന്വേഷിച്ചിട്ടൊക്കെ വേണം അതൊക്കെ ചെയ്യാനെന്ന്. വേറെ ഒന്നും ആരും പറയത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാലേ പെണ്ണിന് അല്ലെങ്കിൽ ചെറുക്കൻ എന്താ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് അന്വേഷിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനെന്ന്. അവരെല്ലാം ചെയ്ത് അവർ തെറ്റൊന്നും ചെയ്തില്ല, അവർ പറഞ്ഞ് ഇത്രയേ ഉള്ളൂ, അന്വേഷിക്കണമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അണ്ടർ മീനിങ് എന്താ? ആ വീട്ടുകാർ ആ പയ്യൻ കല്യാണം കഴിക്കാൻ പറ്റാത്ത ആളാണെന്നാണ്. അനീതി ഇങ്ങനെ കുറേ പേര് നമ്മളോട് ചെയ്യും, ഓരോരുത്തരും. ഈ അനീതി ഇപ്പോൾ ചില കടക്കാർ വന്ന് എന്നോട് പറയും, എൻ്റെ അച്ഛ കാശ് കിട്ടുമ്പോൾ കാശില്ലാത്തപ്പോൾ ഓടി എൻ്റെ അടുത്ത് വരും, 1/2 കിലോ അരി, ശർക്കര, തേയില, ഗോതമ്പെന്നൊക്കെ പറഞ്ഞ് പയർന്നൊക്കെ പറഞ്ഞ് വരും. കാശ് കിട്ടുമ്പോൾ എൻ്റെ മുമ്പിലൂടെ വേറെ കടയിൽ പോകുമെന്ന് പറയും. ഇതൊക്കെ ആൾക്കാർ ചെയ്യണതാണ് ഇങ്ങനെ. അപ്പോൾ നമുക്ക് സങ്കടം തോന്നും. നമ്മുടെ കടയിൽ അവർക്ക് പട്ടിണി വന്നപ്പോൾ നമ്മളാണ് സഹായിച്ചത്, പക്ഷേ 10 പൈസ കിട്ടിയപ്പോൾ അവർ നമ്മുടെ കടയിൽ പോയി 2 അപ്പുറത്തെ കടയിൽ പോകും, അല്ലെങ്കിൽ ടൗണിൽ പോയി മേടിക്കും. അപ്പം നിറവില്ലാത്തവരുണ്ടാകും കുറേ പേര്. നമ്മുടെ ആധ്യാത്മ്യം വളരാത്തതിൻ്റെ കാരണം ഈ സൂക്ഷ്മജീവികളാണ്. നിറവില്ലായ്മയുടെ സൂക്ഷ്മജീവികൾ എല്ലാവരുടെ ജീവിതത്തിലൊക്കെ കുറേശ്ശെ ഉണ്ട്. അപ്പോൾ ഇത് വരുമ്പോൾ ഇതുമൂലം ഉണ്ടാകുന്ന അനീതികളുണ്ട്. അപ്പോൾ ഈ അനീതി എന്ന് പറയുമ്പോൾ എൻ്റെ ഇടയ്ക്കാണ് അനീതി കിട്ടുകയാണെങ്കിൽ ഞാൻ അതുകൊണ്ട് നല്ല അടിപൊളി നല്ല 24 ക്യാരറ്റിൻ്റെ തങ്കത്തിൻ്റെ കൃപയുണ്ടാക്കും. എന്താ കാര്യം എന്നറിയാമോ? അനീതി നമ്മൾ അനുഭവിച്ചാൽ ഇപ്പോൾ ഈശോ ബൈബിളിൽ ചോദിക്കണില്ലേ, ഒന്ന് കുറഞ്ഞ് സാറ് കഴിഞ്ഞ ദിവസം കണ്ടതാണ്, എന്നാൽ ഇപ്പോൾ വേറെ അർത്ഥത്തിൽ കാണാം നമുക്ക്.
1 കൊരിന്ത്യർ 6:7. നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ്. എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ? ബൈബിൾ ചോദിക്കണേ, എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ? വഞ്ചന സഹിച്ചുകൂടാ. അപ്പം അതിൻ്റെ അപ്പം നമ്മളോർക്കും എന്തിനാണ് ഈ വഞ്ചന സഹിക്കണത്, എന്തിനാണ് ഇങ്ങനെ ദ്രോഹം ക്ഷമിക്കണത്, ഇത് എന്ത് പുസ്തകം ഇതെന്നൊക്കെ ചോദിക്കും. ചില ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നത് ബൈബിളിലാണ്. കാര്യം എന്താ വെച്ചാൽ യഹൂദന് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ പെറയും. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് ചൊല്ലി എന്നാണ് അവർ പഠിച്ചു വച്ചിരിക്കുന്നത് അവരുടെ പഴയകാല ജീവിത അനുഭവങ്ങളിൽ നിന്ന്. കർത്താവ് അതെല്ലാം തിരുത്തുകയാണ്, മൊത്തം തിരുത്തുകയാണ്. എന്തിനാണ് തിരുത്തണമെന്ന് നിങ്ങൾക്കറിയാവോ? എന്തുകൊണ്ട് അനീതി നിങ്ങൾക്ക് സഹിക്കാൻ പാടില്ല, എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിക്കാൻ പാടില്ല എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ കാരണം, ഈ ദ്രോഹം ക്ഷമിച്ചാൽ എന്ത് കിട്ടും, അനീതി സഹിച്ചാൽ എന്ത് കിട്ടും അതറിയണമെങ്കിൽ നിങ്ങൾ മത്തായി 5:11-12 വായിക്കണം. എന്നെ പ്രതി അതേ കിടക്കണം. എന്തുകൊണ്ട് അനീതി സഹിക്കാൻ പാടില്ല, അനീതി ക്ഷമിക്കാൻ പാടില്ല, ദ്രോഹം സഹിക്കാൻ പാടില്ല എന്ന് ചോദിച്ചാൽ എന്തിനു സഹിക്കണം, എന്തിന് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ഈശോ പറയും എന്നെ പ്രതി എന്ന് പറയും. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും വേണ്ട, മനുഷ്യർ നിങ്ങളെ പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ട് അനീതി സഹിക്കാൻ പാടില്ലെന്ന് വെച്ച് കഴിഞ്ഞാലേ, അതായത് നമ്മൾ ഭാഗ്യവാന്മാരാകാൻ വേണ്ടിയാണ് ദൈവനിരുസന്നിധി. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുക. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അപ്പോൾ പ്രതിഫലത്തിന് തന്നെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. ഈശോ പ്രതിഫലം എന്ന് പറഞ്ഞിട്ട് പറയും വലിയ പ്രതിഫലത്തെക്കുറിച്ചാണ് പറയണത്, വലിയ പ്രതിഫലം. അപ്പോൾ ഈ ഈശോ ഇങ്ങനെ ഭയങ്കര മാത്തമാറ്റിക്കൽ പ്രിസിഷനോടുകൂടിയാണ് ഇതെല്ലാം സംസാരിക്കുന്നത്. കാര്യം വലിയ പ്രതിഫലമുണ്ട്, ചെറിയ പ്രതിഫലമുണ്ട്. ഇപ്പം അനീതി എന്ന് പറയുമ്പോൾ, എന്തുകൊണ്ട് അനീതി സഹിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ, നമ്മൾ ഈ ക്രിസ്തു നാമത്തിൽ സഹിക്കണത്. അപ്പോൾ നമുക്കൊന്നും കിട്ടത്തില്ലല്ലോ, അപമാനമല്ലേ കിട്ടത്തുള്ളൂ. അത് ക്രിസ്തു നാമത്തിലാക്കി അക്കൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ വലിയ പ്രതിഫലത്തിലേക്കാണ് പോണത് പ്രത്യാശയോടെ. ഞാൻ എന്താ നമ്മുടെ സബ്ജക്റ്റ് നിങ്ങൾക്ക് അറിയാമോ? എന്താ സബ്ജക്റ്റ്? ഒരു ബാങ്ക്രപ്സി വന്നാൽ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ചോദിക്കണത് നിങ്ങളോട്. വിശ്വാസ തകർച്ച വന്നാൽ, പ്രാർത്ഥനാ തകർച്ച വന്നാൽ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത രീതിയിൽ സീറോ ഓയിലായി പോയാൽ നമ്മൾ എന്ത് ചെയ്യും? സീറോ എനർജി ആയിപ്പോയി. അതായത് നമ്മൾ എന്ത് ചെയ്യും? പിന്നെ വിശ്വാസ മുന്നേറ്റം നടത്താൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലുള്ള അനീതികൾ നമ്മളോട് ചെയ്തവരോട് നമ്മൾ അങ്ങോട്ട് ചെന്ന് ക്രിസ്തുനാമത്തിൽ ഹൃദ്യമായി സംസാരിക്കുകയും അവരെ ആശീർവദിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും അവരെ സഹായിക്കുകയൊക്കെ ക്രിസ്തുനാമം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാങ്ക്രപ്സി ആയിപ്പോയ വിശ്വാസം പെട്ടെന്ന് ഷൂട്ടപ്പ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ നമ്മൾ വളരെ ബുദ്ധിപരമായൊരു ഇൻവെസ്റ്റ്മെൻ്റാണ് ബൈബിൾ നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് ജോൺ സെബാസ്റ്റ്യൻ. ഞാൻ എറണാകുളം അങ്കമാല അതിരൂപതയിലെ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് മേരീര എന്ന ഇടവകയിൽ വരുന്നു. ആദ്യമായി തന്നെ എന്നെ ഇവിടെ ഈ അമ്മയുടെയും ഈശോയുടെ ഇത്രയും അടുത്ത് നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് 1000 ഞാൻ ഒരുപാട് ഈ അവസരത്തിന് വേണ്ടി കൊതിച്ചിട്ടുണ്ട്. ഞാൻ എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും ഏറ്റവും അവസാനം ഏറ്റവും ആദ്യം പ്രാർത്ഥിക്കുന്നത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ്. ഞാൻ +2 പഠിക്കുന്ന സമയത്ത് എൻ്റെ കസിൻ മരണപ്പെടുകയുണ്ടായി. കസിൻ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും, കാരണം അവനെൻ്റെ പാതി തന്നെയാണ്. 24 ദിവസം വ്യത്യാസമുള്ളൂ. എൻ്റെ പേപ്പൻ്റെ മോനാണ്. ഞങ്ങൾ ഒരു ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച് വളർന്നതാണ്. +2 പഠിക്കുമ്പോൾ അവന് പെട്ടെന്നൊരു പനി വന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് 2 ദിവസം വരാതായപ്പോൾ വീണ്ടും ചെന്നപ്പോൾ വീട് മൊത്തം അടച്ചിരിക്കുകയാണ്. ഞങ്ങളോട് ആരോടും പറഞ്ഞില്ല. എന്നിട്ട് പിന്നെ വേറൊരു പേപ്പർ വഴിയാണ് അറിഞ്ഞത് അവനിങ്ങനെ ബ്ലഡ് ക്യാൻസറാണ്. ഞങ്ങൾ അത് കേട്ടപ്പോൾ എന്താ പറയുക, നമ്മൾ അടുത്തൊന്നും അങ്ങനെ കേട്ടിട്ടില്ല. നമ്മൾ ക്ലാസ്സിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളൂ ഈ ക്യാൻസർ എന്ന് പറയുന്നത്. അതൊക്കെ ഞങ്ങൾക്ക് ആദ്യമായിട്ടായിരുന്നു, ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോഴും പറയണുണ്ട് 99% അവൻ്റെ ഇതിൽ കയറിയിട്ട് 1 മാസമായിട്ടുള്ളൂ, അതൊന്ന് 99% ഗ്യാരണ്ടി ആണെന്ന് ഡോക്ടർ ഉറപ്പ് നൽകിയെന്ന് പറഞ്ഞു.
പക്ഷേ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണുണ്ടായിരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് അവന് പക്ഷേ കുറേ കീമോസും തെറാപ്പീസും എല്ലാം ചെയ്ത് പയ്യെ റെഡിയായി. ഡോക്ടർ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവന് മുടിയൊക്കെ വന്നു, പുറത്തിറങ്ങാറായി. അങ്ങനെ ഞാനും അവൻ്റെ മമ്മിയും കുറേ കഷ്ടപ്പെട്ട് അവന് പുറത്തിറങ്ങാൻ ഭയങ്കര ഇതായിരുന്നു. കാരണം ആൾക്കാർ സിമ്പതി കാട്ടുന്നത് അവന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അവനങ്ങനെ ഞങ്ങൾ പുറത്തിറക്കി. എന്നിട്ട് കാരിസം ക്ലാസ്സിലും ഇങ്ങനെ പയ്യെ പുറത്തിറങ്ങി തുടങ്ങി. അവൻ എന്നിട്ട് പിന്നെയും റേഡിയേഷൻ ഉണ്ട്, കീമോസ് നടന്നുകൊണ്ടിരിക്കണു. ഞാനങ്ങനെ +2 അപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പഠിത്തം മൊത്തം പോയി. 10 വരെ ഞാനും അവനും മത്സരിച്ച് പഠിച്ചുകൊണ്ടിരുന്നത്. അവന് ഫുൾ A+, എനിക്ക് 5A+5A, അങ്ങനെ മത്സരിച്ച് പഠിച്ചുകൊണ്ടിരുന്നത്. എല്ലാത്തിനും ക്ലാസ് ഫസ്റ്റ് അങ്ങനെയായിരുന്നു. +2 ആയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മൊത്തം പോയി. ഒന്നും അറിയില്ല, ഒരു ചാപ്റ്റർ ഏതോ വിഷയമൊന്നും പോലും അതുപോലും അറിയില്ല. അവൻ കൊമേഴ്സ്, ഞാൻ ബയോമാത്സ് ആയിരുന്നു. അങ്ങനെ ലാസ്റ്റ് +2 ആയപ്പോൾ ഞാൻ ഒരു ഫ്രണ്ട് വഴി എങ്ങനെയൊക്കെയോ ഞാൻ പാസ്സായി. അവനും സ്കൂളിൻ്റെ പുറത്തിരുന്ന് അവനൊരു പ്രത്യേക ഇത് കൊടുത്ത് അവനും പരീക്ഷ എഴുതി, അവനും വിജയകരമായിട്ട് അവനും പാസ്സായി. അങ്ങനെ സന്തോഷപൂർവ്വം ഇങ്ങനെ പയ്യെ മുമ്പോട്ട് പോകണു. അങ്ങനെ എൻ്റെ അമ്മാമ്മയുടെ ആണ്ടിൻ്റെ അന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പെട്ടെന്ന് അവൻ്റെ വീട്ടിലേക്ക് ഓടി. അപ്പോഴാണ് പേപ്പറും അമ്മയും പെട്ടെന്ന് വൈകിട്ട് വന്ന് പറയാണ് അവൻ വീണ്ടും ബ്ലഡ് വൊമിറ്റ് ചെയ്തു, വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കാണ്. പിന്നെയും മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ അവന് പിന്നെ ഡോക്ടർ പറയുന്നതാണ് അന്ന് 99% സേഫ് ആണെന്ന് പറഞ്ഞ് ഡോക്ടർ പിന്നെയും പറയാണ് ഇനി ലാസ്റ്റ് ചാൻസ് ബോൺ മാരോ ഉള്ളൂ എന്ന്. അങ്ങനെ ബോൺ മാരോയ്ക്ക് പറഞ്ഞു. അങ്ങനെ ആസ്റ്റർ മെഡിസിറ്റിയിലാണ് ട്രീറ്റ്മെൻ്റ് എല്ലാം. അവിടെ തന്നെ ഒരു വീടെടുത്ത് 1 വർഷം നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്യൂച്ചറും എൻ്റെ പഠനവും അവിടെ സ്റ്റോപ്പായി നിൽക്കുക. അവനും +2 കഴിഞ്ഞു, ഞാനും +2 കഴിഞ്ഞു. എൻ്റെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ് തൊട്ട് ഞാൻ കാറ്റിസം ക്ലാസ്സിലായാലും സ്കൂളിലായാലും എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരുന്നത് അത് +2 കഴിഞ്ഞാൽ IELTS എഴുതുക, പുറത്ത് പോവുക. അത് പുറത്ത് പോകണതിൻ്റെ ആഗ്രഹം മാത്രമല്ല, ഞാൻ ചെറുപ്പം മുതൽ എൻ്റെ വീട്ടിൽ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്, അതെല്ലാവരോടും അങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ അവനായിരുന്നു അതിന് എനിക്കൊരു സപ്പോർട്ട്. അപ്പോൾ അങ്ങനെ പുറത്ത് പോകാനിരുന്നതാണ്. അപ്പോൾ ഇവനിങ്ങനെ കിടക്കണ കാരണം എനിക്ക് പുറത്ത് പോകാനും വയ്യ, പഠിക്കാനും വയ്യ, ഒന്നിനും ഒരു താല്പര്യമില്ല. പിന്നെ എങ്ങനെയോ എനിക്ക് എന്തായാലും കേരളത്തിന് പുറത്ത് പഠിക്കണമെന്നായിരുന്നു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് സെറ്റിൽ ആവണമെന്നും കൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹങ്ങളുള്ളത് കൊണ്ട് 3 വർഷത്തെ പാരാമെഡിക്കൽ BSc കാർഡിയോളജിക്ക് അഡ്മിഷൻ എടുത്തു. ഫെബ്രുവരി ആയപ്പോൾ ഞാൻ ബാംഗ്ലൂരായിരുന്നു, അവിടെ കോളേജിൽ പോയി. ഇവനാണെങ്കിൽ ഈ ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴേക്കും അവനെ ഇറക്കുമെന്ന് ഡോക്ടർ പറഞ്ഞേക്കണം. അപ്പോഴേക്കും 1 വർഷമായി. മാർച്ച് 30, 29 ആയപ്പോൾ ഞാൻ ഫോൺ നോക്കിയപ്പോൾ വൈബ്രേറ്റിലാണ് ഒരു 10-25 മിസ് കോള്. അവൻ മരിച്ചായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ ബാംഗ്ലൂർക്ക് വണ്ടി ഏൽപ്പിച്ച് അങ്ങനെ ബസ്സിന് അവിടെ ചെന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അവൻ്റെ വീട്ടിൽ ചെന്ന്, എൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് അവൻ്റെ വീട്. വീട്ടിൽ ചെന്ന് ഞാൻ കരഞ്ഞിട്ടില്ല. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കരഞ്ഞെങ്കിൽ എൻ്റെ വിഷമം തീർക്കണമെന്ന്. മേമയും പേപ്പനും അവൻ്റെ അനിയനുണ്ട്, എല്ലാവരും ഇരുന്ന് കരയണു, എനിക്കും കരയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ അവിടെ പന്തലിൻ്റെ അവിടെ തൂണുമ്മ പിടിച്ച് നിന്ന് വിറച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അത് എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവൻ്റെ മമ്മി, എൻ്റെ മേമ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇവന് ഇനി ഒരു ചേട്ടനായിട്ട് നീയേ ഉള്ളൂ, നീയാണ് ജസ്റ്റിനി, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. പിന്നെ അത് മനസ്സിലായി, എൻ്റെ മനസ്സിൽ അത് മാത്രമായിരുന്നു, അവനൊരു ചേട്ടനാവാ. അപ്പോൾ തന്നെ എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് അവിടെ നിന്ന് കോൾ വന്നു, എത്രയും പെട്ടെന്ന് അവിടെ കയറണം, അല്ലെങ്കിൽ മെഡിക്കൽ ലീവ് അടക്കം എല്ലാം പോകുമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ ബാംഗ്ലൂർക്ക് വേണ്ടി കയറി അവിടെ ചെന്നു. ഞാൻ ഇങ്ങനെ പോയാൽ പറ്റൂല, 22 വയസ്സായി, ഒന്നും ഇല്ല. എൻ്റെ അനിയത്തിയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ അവൾ +2 കഴിഞ്ഞ് ജർമ്മൻ പഠിച്ച് അവൾ ജർമ്മനിയിൽ ചെന്നു. അവളാണിപ്പോൾ വീട്ടിൽ. എനിക്ക് 23 വയസ്സായി, അവൾക്ക് 20 വയസ്സുള്ളൂ. അവൾ എൻ്റെ വീട് നോക്കാണ്, ഞാൻ ഇപ്പോഴും വട്ടപൂജയാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഈ കോഴ്സിന് വേണ്ട, 1.5 വർഷമായി ബാക്ക്, ഇനി ഇവരൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഇനി പാസ്സായി തന്നെയാണ് 1.5 വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റുമോ. അപ്പോൾ വീട്ടുകാർ ഓക്കെ ചെറുതായിട്ട് മൂളി വീട്ടിൽ വന്നു. അവർ അങ്ങനെ തന്നെ ഒരു ധ്യാനത്തിനോട്ടു. അവിടുത്തെ അച്ഛൻ്റെ വാക്ക് അവർ കേട്ടു. അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല, നീ പൊക്കോ, ഇനി ഒരു കുഴപ്പമുണ്ടാവില്ല. എനിക്ക് ആകെ ദേഷ്യമായി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ ധ്യാനം കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ വന്ന്, അന്നാണ് 2021 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ ധ്യാനത്തിന് പോയത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ആവശ്യം എനിക്ക് ഈ കോഴ്സ് വേണ്ട, എനിക്ക് പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ വേറെ ഒരു ഫ്യൂച്ചർ വേണം. അങ്ങനെ ഞാൻ വീണ്ടും ബാംഗ്ലൂർക്ക് പോയി, വീണ്ടും ഉറക്കൊളിച്ച് ഇങ്ങനെ തന്നെ ഞാൻ പഠിക്കുകയാണ്. വീണ്ടും പഠിച്ചു തുടങ്ങി. എനിക്ക് ഒന്നാമത്തെ കാര്യത്തിൽ ഇതിൻ്റെ ഇടയിൽ മിസ്സായത്, എനിക്ക് ഉറക്കമില്ല. കണ്ണടയ്ക്കാൻ പേടിയാണ്. കണ്ണടച്ച് കഴിഞ്ഞാൽ അവനാ അവസാനമായിട്ട് കിടക്കണ ഇതാണ് എൻ്റെ മനസ്സിൽ തന്നെ. അപ്പോൾ ഞാനവിടെ എൻ്റെ ഉറക്കം കളയാനായിട്ട് ഉറങ്ങാൻ പേടിയാണ്. അപ്പോൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഞാൻ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. അപ്പോൾ അവിടെ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ നിന്ന് പഠിച്ച് കയറിയ ചേട്ടന്മാർ അവിടെ കുറച്ച് ജോലിയൊക്കെ ചെയ്ത് രാത്രിയാണ്, വെളുപ്പിനാണ് അവിടെ ടർഫിൽ പോയി കളിക്കാൻ പോണേ. അപ്പോൾ എനിക്ക് പഠിക്കാനും എളുപ്പമായി. രാത്രി ടർഫിൽ പോയിരുന്ന് പഠിക്കും. അത് എനിക്ക് അവിടെ ഒരു പ്രസൻസ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. പിന്നെ എനിക്കിപ്പോഴും ഓർക്കുന്നത് ബയോകെമിസ്ട്രി എക്സാമിൻ്റെ അന്ന് ആദ്യമായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോവാം. ഞാൻ നോക്കിയപ്പോൾ
100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 95 മാർക്കിനുള്ള ആൻസർ എനിക്കറിയാം. ഒരു വള്ളി പോലും ഒക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ടൈം ബെല്ലടിച്ചു, ഞാൻ എഴുതാൻ തുടങ്ങി. പഴയതിനേലും വീണ്ടും അതികഠിനമായ അവസ്ഥ. അതായത് ഒന്നും എഴുതാൻ പറ്റണില്ല. ഞാൻ അവിടെ ഇരുന്ന് എനിക്ക് പൊട്ടിക്കരയണമെന്നുണ്ട്. പക്ഷേ എനിക്കറിയില്ല എന്താ ഞാൻ അവിടെ നിന്ന് ചെയ്യേണ്ടതെന്ന്. കാരണം ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എനിക്ക് ആദ്യത്തെ 2 മാർക്കിൻ്റെയാണ്, പിന്നെ 10 മാർക്ക്, പിന്നെ 5 മാർക്ക്, എല്ലാം എനിക്ക് പോയിന്റ് വെച്ച് തലയിൽ ഇതുണ്ട്. പക്ഷെ പേപ്പറിലേക്ക് മാത്രം എനിക്ക് ആക്കാൻ പറ്റണില്ല. അങ്ങനെ ഞാൻ വീണ്ടും ആ എക്സാം പോയി. അപ്പം തന്നെ ഉറപ്പായി 2 വർഷം കറക്റ്റ് ബാക്ക്. അപ്പോൾ 3.5 വർഷത്തിൻ്റെ കോഴ്സ് 5.5 വർഷമായി, 5.5 വർഷമായി. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു ഇനി എനിക്ക് പറ്റില്ല. അപ്പോൾ അവർ സമ്മതിച്ചു. ഓക്കെ. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്നു. അതിൻ്റെ ഇടയ്ക്ക് ദയവായിട്ട് ഒരാളെൻ്റെ ലൈഫിലേക്ക് ഒരിക്കലും എനിക്ക് എൻ്റെ ലൈഫിൽ വേണ്ട അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തൊരു മേഖലയോട് ഒരാളുടെ എൻ്റെ ലൈഫിലേക്ക് വന്നു. ആ ഒരാളല്ല, ഒരു ഫാമിലിയാണ് എൻ്റെ അടുക്കിലേക്ക് വന്നത്. അവരുടെ സപ്പോർട്ട് കൂടി ഞാൻ ഇങ്ങനെ പയ്യെ മൂവ് ഓൺ ആയി തുടങ്ങി. അപ്പോൾ അങ്ങനെ ഞാൻ ജർമ്മൻ പഠിക്കാൻ തുടങ്ങി. വീട്ടുകാർ സമ്മതിച്ച് ജർമ്മൻ പഠിക്കാൻ തുടങ്ങി. അത്യാവശ്യം പയ്യെ ഒന്ന് കയറി തുടങ്ങി. അപ്പോഴും ലെവൽ അറിയില്ല. കാരണം സ്കൂളിൽ പഠിപ്പിക്കണ പോലെ എക്സാമൊക്കെ പാസ്സാവുന്നുണ്ട്. നമ്മൾ ഗോയിത്തെ പോയി എഴുതിയാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണു. അപ്പോൾ ഒരു 1.5 വർഷം കുഴപ്പമുണ്ടായിരുന്നില്ല. 1.5 വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ അടുത്തുനിന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. എനിക്ക് അങ്ങനെ എല്ലാവരോടും പറയാത്ത അവസ്ഥയാണ് ഈ പഠിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം. പഠിക്കാൻ ഇതാ റീസൺ, ഇങ്ങനെ അവന് പറ്റിയുള്ള ബന്ധത്തിൻ്റെ കാര്യം. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി, എന്താ പറയുക, അവർ എൻ്റെ കൂടെ എൻ്റെ അത്ര ആ വലിയ കാര്യം അവർ ചെറിയ കാര്യമായിട്ട് കണ്ട് എന്നെ കമ്പയർ ചെയ്യാൻ തുടങ്ങി വേറെ ആൾക്കാരായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ അവിടെ വെച്ച് അത് പയ്യെ എനിക്കത് ലൈഫിൽ നിന്ന് മാറ്റി. ഞാൻ പിന്നെ അപ്പോഴാണ് ശരിക്കും അന്നാണ് ഞാൻ ഉടമ്പടി വന്ന് എടുക്കുന്നത്. വീണ്ടും വന്ന് ഉടമ്പടി എടുക്കുന്നത്. പുതിയ ഉടമ്പടി എടുത്തേ, അന്നത്തെ പുതുക്കിയതല്ല. അന്ന് ഞാൻ പുതിയ ഉടമ്പടി എടുത്തു. അന്ന് ശരിക്കും പക്ഷേ ആദ്യത്തെ ആവശ്യം എനിക്ക് അവരെ തിരിച്ചു കിട്ടണമെന്നായിരുന്നു, വേറെ ഒന്നല്ലായിരുന്നു. പക്ഷേ അച്ഛൻ്റെ ധ്യാനം ഞാൻ കൂടുമ്പോൾ അച്ഛൻ എങ്ങനെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം പറഞ്ഞു, നിങ്ങളുടെ ആവശ്യങ്ങൾ നനഞ്ഞ പടക്കം പോലെ ആവരുതെന്ന്. അതെൻ്റെ മനസ്സിൽ കയറി. അപ്പം തന്നെ ഞാൻ പിന്നെ പുതുക്കിയപ്പോൾ എൻ്റെ ആവശ്യങ്ങൾ വേറെ മാറ്റി. ആദ്യത്തെ എൻ്റെ വിശദീകരണമാക്കി. 2ാമത്തെ ആവശ്യം പിന്നെ പുറത്തേക്ക് വന്നു, പിന്നെ കുടുംബത്തിൻ്റെ കാര്യമാക്കി. അന്നോട്ട് ചേഞ്ച് വരാൻ തുടങ്ങി. പയ്യെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാനൊരു ചെറിയ തെറ്റ്, ഞാൻ അപ്പോഴും കാര്യമായിട്ട് മിണ്ടൂല. എല്ലാ ദിവസവും പള്ളിയിൽ പോവും. ആകെ തല പൊക്കുന്നത് പള്ളിയുടെ ഈശോൻ്റെ മുമ്പിൽ മാത്രമാണ്. സിംതേരിയിൽ എല്ലാ ദിവസവും അവൻ്റെ അടുത്ത് ഒരു 10-15 മിനിറ്റ് നിന്ന് എൻ്റെ എല്ലാ കാര്യം പറയണം, അല്ലാണ്ട് എനിക്ക് വീട്ടിൽ പോകാൻ പറ്റൂല. അപ്പോൾ സിംതേരി പോവും. സിംതേരിയിലും ഈശോൻ്റെ അടുത്തും തല പൊക്കും, അല്ലെങ്കിൽ അത്തല്ലാത്ത സമയത്ത് തല താഴ്ത്തിയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ മുമ്പോട്ട് പോകണു. അതിൻ്റെ ഇടയിൽ ഞാൻ B1 കുറേ എഴുതാൻ പോയി. B1 പഠിച്ചിട്ടില്ല, പക്ഷേ B1 എഴുതാൻ പോയി, കിട്ടിയില്ല. ഞാൻ എന്നിട്ട് ഇങ്ങനെ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്ന് തന്നെ ഒരു ചേട്ടൻ സാക്ഷ്യം പറഞ്ഞു കേട്ടു, ഔപ്പേർ വിസ എന്ന് പറഞ്ഞാൽ പഠിക്കാനല്ല പോണേ, നമ്മൾ അവിടുത്തെ ഒരു ഫാമിലിയിൽ ഒരു മെമ്പറായിട്ട് അവർ നമ്മളെ എഡ്യൂക്കേഷൻ സ്പോൺസർ ചെയ്യും. അപ്പോൾ ഗേൾസിനാണ് അത് കൊണ്ടുപോകണേ, ബോയ്സിന് അങ്ങനെ വളരെ റെയറാണ്. അപ്പം ഞാനത് ആദ്യമായിട്ട് കേട്ടു. അങ്ങനെ ഞാൻ ഏജൻസികൾ അന്വേഷിക്കാൻ തുടങ്ങി. ഒരു ഏജൻസിയിലും അങ്ങനെ ബോയ്സിനെ കൊണ്ടുപോകുന്നില്ല. ഗേൾസിനൊക്കെ ആണെങ്കിൽ കുറച്ച് കാശുള്ളൂ, 3 മാസം കൊണ്ട് പെട്ടെന്ന് കയറി പോകാൻ പറ്റും, A1 മാത്രം മതി. ഞാനങ്ങനെ ഒരു ഏജൻസി ലാസ്റ്റ് അങ്ങനെ കൊല്ലത്തുള്ള ഒരു ഏജൻസിയിൽ ജോയിൻ ചെയ്തു. ഒരു ഫ്രണ്ട് വഴി ഇങ്ങനെ കറക്റ്റായിട്ട് കോൾ വരാണ്. അങ്ങനെ ഈ ഏജൻസിനെ കുറിച്ച് ചെന്നു. അവർ 6 മാസം ടൈം പീരീഡ് പറഞ്ഞു, കാശ് അടച്ചു, A1 എഴുതി, പാസ്സായി, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ മുമ്പേ കൂട്ടി വിസ അപ്പോയിൻമെൻറ്റ് എടുക്കും. നവംബർ 6-ാം തീയതി ഈ നവംബർ 6-ാം തീയതി എനിക്ക് വിസ അപ്പോയിൻമെൻറ്റ് എടുത്തു. വിസ അപ്പോയിൻമെൻറ്റ് എടുത്ത് ഞാൻ അപ്പോഴേക്കും അവിടുത്തെ അക്കാദമീനെയും എൻ്റെ ഈ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവിടുത്തെ ബോയ്സ് ഒരാൾക്കും പോകാൻ പറ്റണില്ല, ബോയ്സിന് അവിടെയും ഫാമിലി കിട്ടണില്ല. അങ്ങനെ ലാസ്റ്റ് ഇന്ന് വിസ അപ്പോയിൻമെൻറ്റ് ആണെങ്കിൽ ഇന്നലെ ഉച്ചയ്ക്ക്, അതായത് ഫാമിലി കോൺട്രാക്റ്റ് കൊടുത്തു. ഒരിക്കലും അങ്ങനെ നടക്കാത്ത സംഭവമാണ്. അങ്ങനെ ഒരാൾക്ക് ഫാമിലി കിട്ടി, അവൻ കയറിപ്പോയി. അപ്പം ഞാനും എൻ്റെ കാര്യത്തിൽ കുറച്ചൊക്കെ ഇത് വന്നു, എനിക്കും കയറി പോകാൻ പറ്റും. നവംബർ 6-ാം തീയതി 10 ദിവസമുണ്ട്. നവംബർ 6-ാം തീയതി കയറി പോകാൻ പറ്റും. അങ്ങനെ ഞാൻ എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് അച്ഛൻ്റെ കൈവപ്പ് പ്രാർത്ഥനയും കഴിഞ്ഞ് ഇവിടെ എല്ലാം ആദ്യം അമ്മയുടെ അടുത്ത് സബ്മിറ്റ് ചെയ്തിട്ടേ ഞാൻ അപ്പോയിൻമെൻറ്റിന് പോവുള്ളൂ എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. പക്ഷേ നവംബർ 5-ാം തീയതി രാത്രി വരെ എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു കിട്ടുമെന്ന്. പക്ഷെ കിട്ടിയില്ല. എന്നിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നവംബർ 6-ാം തീയതി ഞാൻ വിചാരിച്ചു ഇനി മാതാവും ഉണ്ടാവില്ല, വിശ്വാസം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, നവംബർ 6-ാം തീയതി എനിക്ക് പ്രത്യേക ഒരു ഇത് വരാണ്. എന്താ പറയുക, ഇനി മാതാവിന് ഈശോയ്ക്കും വിട്ടുകൊടുക്കാം, ഇനി എല്ലാ കാര്യങ്ങളും മാതാവിന് ഈശോയ്ക്കും വിട്ടുകൊടുക്കാം, ഇനി നീ ഒന്നും ചെയ്യേണ്ടതില്ല. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഞാനപ്പോൾ വീട്ടിലിരിക്കുക ഇഷ്ടമല്ലാത്ത കാരണം ജോലിക്ക് പോയിക്കൊണ്ടിരിക്കണു. അങ്ങനെ ഒരു കടയിൽ നിന്നു. അവിടെ എന്നെ എന്താ പറയുക, ഞാൻ തിരിച്ചു പറയാൻ അത്ര റിയാക്ട് ചെയ്യാറില്ല, അതുകൊണ്ട് എന്നെ കുറച്ചൊക്കെ പറ്റിച്ചു. ഞാൻ എന്നിട്ട് വീണ്ടും സൊമാറ്റോ ഓടി. അവിടെ ആ കടയിൽ നിന്നപ്പോൾ ഒരു മേജർ ആക്സിഡൻറ്റ്, അന്ന് തീർന്നു പോകേണ്ടതാണ്, ഒരു ഹോം ഡെലിവറിക്ക് പോയതാണ്. ഞാൻ അത്യാവശ്യം വളവ് കഴിഞ്ഞ ഒരു
പയ്യെ കയറി പോകുന്നു. ഒരു ഇറക്കത്തിൽ നിന്ന് ഒരു 2 ആൾ ഒരു 2 വീലറും ഇങ്ങോട്ട് വരുന്നു. വരുവാണ്ട് തന്നെ അറിയാം കയ്യിൽ നിന്ന് പോയി, കാരണം ഒരു ചെറിയ വഴിയാണ്. ആ വണ്ടി എൻ്റെ വണ്ടിയും മേടിച്ചു. എൻ്റെ വണ്ടിക്കൊന്നും പറ്റിയില്ല. അവരുടെ വണ്ടി കണ്ട പൊളിഞ്ഞ് തകിടം മറിഞ്ഞു. ഞാൻ തെറിച്ചൊരു മതിൽമ ചെന്നടിച്ചു. ഞാൻ എൻ്റെ കൈ പോയി എന്ന് വിചാരിച്ചേ, പക്ഷേ വെറുതെ ഒന്ന് തലോടിയുള്ളൂ, ഒരു കുഴപ്പമുണ്ടായില്ല. അവർക്ക് അവിടെ എവിടെയും സ്റ്റിച്ച് ഉണ്ടായി. അങ്ങനെ ആ ആക്സിഡൻറ്റിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ ഞാൻ സൊമാറ്റോ ഓടാൻ തുടങ്ങി. അങ്ങനെ സൊമാറ്റോ ഓടാൻ പോയി. അപ്പോൾ അങ്ങനെ ജോലിയായിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഒരു നവംബർ 30 ആയപ്പോൾ അപ്രതീക്ഷിതമായിട്ട്, ഒരിക്കലും വിചാരിക്കണില്ല, ഞങ്ങളുടെ അക്കാദമിയിൽ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ് ജർമ്മനിയിൽ നിന്ന്, അവിടുത്തെ സിറ്റിസൺ, ഒരു വൈഫും ഹസ്ബൻഡാണ് ഞങ്ങൾക്ക് ചെയ്തു തരുന്നത്, ജർമ്മൻ സിറ്റിസൺ തന്നെ, ജർമ്മൻസ്. അവർ കോള് വന്നു. ഞാൻ നോക്കിയപ്പോൾ എനിക്കറിയാത്ത ഒരാൾ, ഒരു കുട്ടിയുണ്ട്, എന്നെപ്പോലെ തന്നെ ഒരു സ്റ്റുഡൻ്റാണ്, എനിക്കറിയില്ല, അവനെ എൻ്റെ അക്കാദമിയിലുള്ള ആളാണ്, അറിയില്ല. ഈ മാമും സാറും മാമും പിന്നെ ഇവനും ഉണ്ട്, ഞാനും ഉണ്ട്. ഇവർ പറയുന്നു FSA, ജർമ്മൻ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അറിയായിരിക്കും, FSA വെച്ച് മിനിമം B1 3 മൊഡ്യൂൾസ് എങ്കിലും വേണം ജർമ്മനിക്ക് കയറണമെങ്കിൽ. അപ്പോൾ ഇവർ പറയാണ് FSAക്ക് നിങ്ങൾക്ക് A1 വെച്ച് കയറി നിങ്ങൾക്ക് 3 ആളെയും സെലക്ട് ആക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവർ തള്ളന്താണ്, ഏജൻസി അല്ലേ, ഇവർ തള്ളന്താ. കാരണം എൻ്റെ അനിയത്തി B2 എഴുതി പോയ ആൾ അവൾ B2 പഠിച്ച് FSAക്ക് പോയതാണ്. അപ്പം മിനിമം B2 ആണ്. അപ്പോൾ അവർ പറയുന്നത് ബേസിക് ലെവൽ A1 വെച്ച് കയറി പോകാൻ പറ്റുമെന്ന്. ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല. അതുകൊണ്ട് അവർ ഇമെയിൽ കാണിച്ചു തരാണ്. 1 മാസം മുമ്പ് ഞങ്ങൾ പോലും അറിയാണ് ഞങ്ങളുടെ 3 പേരുടെ പ്രൊഫൈല് ഒരു ഹോസ്പിറ്റലിന് അയച്ചു കൊടുത്ത് അവർ അപ്രൂവ് ചെയ്തേക്കാം, ഇനി കോൺട്രാക്റ്റ് മാത്രം വന്നാൽ മതി. അപ്പം ഞാൻ ഞെട്ടിപ്പോയി, കാരണം ഇവർക്ക് കിളിപോയി, അതായത് ഒരിക്കലും നടക്കാത്ത സംഭവമാണ്. കാരണം A1 വെച്ച്, കാരണം അവിടെ ജോലി ചെയ്യാൻ പോണെങ്കിൽ അറ്റ്ലീസ്റ്റ് B2 എങ്കിലും വേണം, കാരണം ഡോക്ടറിനോടും പേഷ്യൻസിനോടും സംസാരിക്കണേ. പക്ഷേ ഇതൊന്നുമില്ലാണ്ട് A1 വെച്ച് ജസ്റ്റ് നുള്ളിപ്പറക്കി ഒരു സെൻറ്റൻസ് പറയാം, അങ്ങനെ ഒരു ഇത് മാത്രം A1 ബേസിക് ലെവൽ എന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. അവൻ്റെ അവിടെ പറഞ്ഞു കോൺട്രാക്റ്റ് പയ്യെ വരും, ഏപ്രിലാണ് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം, മാതാവിന് ഈശോയ്ക്കും വിട്ടു കൊടുത്തേക്കെന്താ. അങ്ങനെ പയ്യെ പോണു. 3-ാമത്തെ ദിവസം എനിക്ക് കോൺട്രാക്റ്റ് വന്നു. എനിക്കൊന്നും കോൺട്രാക്റ്റ് കണ്ടിട്ട് മനസ്സിലാവില്ല. ഞാൻ അനിയത്തിക്ക് അപ്പോൾ തന്നെ അയച്ചു കൊടുത്തു, അവൾ കയറി പോയേക്കുന്നതാണോ. അവൾ പറഞ്ഞു ചേട്ടാ ഇത് കോൺട്രാക്റ്റാണ്. പിന്നെ ഡേറ്റ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. 1/1/2025 എനിക്ക് അവിടെ എത്തണം. ഞാൻ ഞെട്ടിപ്പോയി, കാരണം ഇത് ഞാൻ എൻ്റെ അറിവിലോ അല്ലെങ്കിൽ ജർമ്മൻ പഠിക്കുന്ന അറിവിലോ ചോദിച്ചാൽ മതി, ആർക്കും അറിയില്ല. കാരണം A1 വെച്ച് FSA എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതിലേക്കാണ് ഞങ്ങളുടെ 3 പേരെയും വിളിച്ചേക്കണേ. അങ്ങനെ ഞങ്ങൾക്ക് കോൺട്രാക്റ്റ് പെട്ടെന്ന് വന്നു. അപ്പോൾ തന്നെ എമർജൻസി വിസ എടുത്തു, അതിനും ട്രബിൾ ഉണ്ടായി, അത് വിസയ്ക്ക് വെച്ചു. പിന്നെ വിസയ്ക്ക് വെച്ചിട്ട് മിനിമം 15 ദിവസം വേണം. ഞങ്ങളുടെ ലോങ് സ്റ്റേ ആണ്, ജോലിക്കാണ് പോണേ, മിനിമം 15 ദിവസം വേണം. അപ്പോൾ ഞങ്ങളുടെ 3 ദിവസം കൊണ്ട് എൻ്റെ ബാംഗ്ലൂരിൽ നിന്ന് ഡിസ്പാച്ച് ആയി നമ്മളോട് മെസ്സേജ് വരാണ്. അപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് പോയി, കാരണം 3 ദിവസം കൊണ്ട് 15 ദിവസം കൊണ്ട് വരേണ്ട സാധനം 3 ദിവസം കൊണ്ട് വന്ന റിജക്ഷനാണ്, ഉറപ്പാണ്. ഞാൻ എന്നിട്ട് റിജക്ഷൻ ആണെന്നും പറഞ്ഞുകൊണ്ട് തന്നെ ബൈക്ക് എടുത്ത് ആലുവയ്ക്ക് പോയി. അവിടെ നിന്ന് സാധനം തുറന്നു, പാസ്പോർട്ട് തുറന്നു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ഇത് ഞാൻ ഡിസർവ് ചെയ്ത കാര്യമല്ല, അത് റിജക്ഷൻ അല്ല, എന്നെ അവിടെ അതിനകത്തേക്ക് ജർമ്മൻ വിസ അടിച്ച് വെച്ചേക്കാം. 1-ാമത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ A1 വെച്ച് FSA. 2-ാമത്തെ പറഞ്ഞാൽ 15 ദിവസം കൊണ്ട് വരണ സാധനം 4 ദിവസം കൊണ്ട് എനിക്ക് വിസ കിട്ടി. എനിക്ക് മാത്രമല്ല 3 പേർക്കും കിട്ടി. അതെന്താ പറയുക, മാതാവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. കാരണം ഞാൻ അതിന് ഡിസർവിങ് അല്ല, അല്ലെങ്കിൽ അവൻ എന്നെ ജസ്റ്റിൻ, അവൻ്റെ പേര് ജസ്റ്റിൻ, അവനെ കൊണ്ടുപോയിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അത് അക്സെപ്റ്റ് ആക്കാണ്ട് ഞാൻ ഈശോനെ മാതാവിന് കുറ്റം പറഞ്ഞ ആളാണ്. അത്രയും നാൾ കൊന്ത എറിഞ്ഞു കളഞ്ഞവനാ. അപ്പം ഞാനത് ഡിസർവിങ് ആണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ എന്നിട്ട് പിന്നെയും മുമ്പോട്ട് പോയി. അങ്ങനെ ഇപ്പോൾ ടിക്കറ്റ് എടുത്തു. ജാനുവരി 1-ാം തീയതി ഞാൻ 7 മണിയുടെ ഫ്ലൈറ്റിന് ഞാൻ പോവാണ്. ഇത്രയും വലിയ അനുഗ്രഹം നൽകിയതിന് ഞാൻ 1000 നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ 2-ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ ജപമാല റാലിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പച്ചവെള്ളം പോലും കുടിക്കാണ്ട് വീട്ടിൽ നിന്ന് ഒരു 3:30 ഇറങ്ങണം, ഇവിടെ എത്തണമെങ്കിൽ 6 മണിക്ക് വരണമെങ്കിൽ പച്ചവെള്ളം പോലും കുടിക്കാണ്ട് എനിക്ക് കംപ്ലീറ്റ് ആക്കണമെന്ന്. ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമെന്ന് എനിക്കറിയാം, കാരണം എൻ്റെ ഹെൽത്ത് ഇത്തിരി മോശമാണ്. എന്നിട്ടും ഞാൻ തുനിഞ്ഞിറങ്ങി. ഒരു കുഴപ്പമില്ലാണ്ട് പകുതി എത്തിയപ്പോൾ എൻ്റെ കാല് 2ഉം ചെരുപ്പിൻ്റെ ഇതുകൊണ്ട് പൊട്ടിയെന്ന് പറഞ്ഞാൽ നിസാരമാണ്. പക്ഷേ എൻ്റെ ദേഹത്തൊരു മുറിവ് വന്നാൽ അതൊരു മിനിമം 3 ആഴ്ച 4 ആഴ്ച എടുക്കും, കാരണം പെട്ടെന്ന് ഉണങ്ങൂല. ബെറ്റാടിയും പറ്റിയാലും ആശുപത്രി പോയാലും അവർ കണ്ണി ഇങ്ങനത്തെ ചെറിയ റീസൺസ് പറയും, പക്ഷേ ഒരിക്കലും അത് ഉണങ്ങില്ല, 3-4 ആഴ്ച എടുക്കും. പക്ഷെ ഞാൻ എന്നിട്ട് ചെരുപ്പ് ഊരിയിട്ടാണ് ഞാൻ തിരിച്ചു പോയി വീട്ടിൽ പോയിട്ട് ഞാൻ രാത്രി ചെല്ലേണ്ട പ്രാർത്ഥന ചൊല്ലി. ഞാനിട്ട് അമ്മയോട് പറഞ്ഞു, മാതാവി ഞാൻ ഇതും ഒരു തുള്ളി മരുന്ന് പരട്ടില്ല, അമ്മയുടെ തൈലം മാത്രം പരട്ടിയിട്ട് കിടന്നു. അത്ഭുതം എന്ന് പറയട്ടെ, പിറ്റേ ദിവസം അത് കരിഞ്ഞിരിക്കുക. 3 ആഴ്ച കൊണ്ട് മാത്രം എൻ്റെ മുറിവ് ഉണങ്ങാറുള്ളൂ. ആ മുറിവ് എനിക്ക് ഒറ്റ ദിവസം പോലും എടുത്തില്ല, 2-3 മണിക്കൂർ കൊണ്ട് എനിക്കത് ഉണങ്ങി കിട്ടി. അതുപോലെ തന്നെ രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇവൻ പോയപ്പോൾ തൊട്ട്
ഒരു നെഞ്ചുവേദന ഉണ്ടായിരുന്നു. നിസ്സാര നെഞ്ചുവേദനയല്ല, ഒരു ടെൻഷൻ വന്നാൽ എൻ്റെ എൻ്റെ ബോഡി മൊത്തം കിടന്ന് കുലുങ്ങും. എനിക്ക് ഷിവർ ചെയ്യൽ തുടങ്ങും, പിടിച്ചാൽ കിട്ടുള്ളൂ. ഞാൻ ബെഡിൽ കിടക്കുകയാണെങ്കിൽ ബെഡിൽ കിടന്ന് പിടയ്ക്കും. അങ്ങനെ ഇതായിരുന്നു. ഞാൻ അമ്മയുടെ എൻ്റെ നെഞ്ചത്തിട്ടിരിക്കും. അങ്ങനെയാണ് ഞാൻ കുറയ്ക്കാറ്. അത് ഈ ഉടമ്പടി എടുത്ത സമയത്ത് ഏത് സമയത്ത് എന്നെ വിട്ടുപോയെന്ന് പോലും എനിക്കിവിടെ സാക്ഷ്യം പറയാൻ അറിയില്ല. കാരണം ഞാൻ ഈ കഴിഞ്ഞ മാസമാണ് ഞാൻ ഓർക്കണേ, അങ്ങനെ ഒരു അനുഭവം ഇപ്പോൾ എനിക്കില്ലായിരുന്നു. കാരണം ഒരു ചെറിയ ടെൻഷൻ പോലും, കാരണം ഇവൻ പോയപ്പോൾ എൻ്റെ ധൈര്യം മൊത്തം പോയി. അന്നാണ് ഞാൻ ഇവൻ പോയപ്പോഴാണ് മനസ്സിലാക്കിയത് ഇവനായിരുന്നു എൻ്റെ ധൈര്യമെന്ന്. കാരണം ഇവൻ പോയപ്പോൾ പിന്നെ മൊത്തത്തിൽ എൻ്റെ ധൈര്യം മൊത്തം ചോർന്നു പോയി. അപ്പോൾ അന്ന് തുടങ്ങിയത് ഈ നെഞ്ചുവേദന. അത് ഞാൻ പോലും അറിയാണ്ട് അമ്മ മാറ്റി. പിന്നെ എൻ്റെ മുഖത്ത് ഇപ്പോൾ കാണുന്ന പോലെയല്ല, മുഖത്തെന്ന് പറഞ്ഞാൽ 50 പൈസ വട്ടത്തിൽ അത്രയും വലുപ്പത്തിൽ കുരുക്കൾ 1ഉം 2ഉം അല്ല ചുറ്റും ഉണ്ടാവായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് കാണിക്കും, അവർ ഓയിൻമെൻറ്റ് പറയും, കസിൻസൊക്കെ പറയും അവർക്ക് എല്ലാവരും ഉണ്ടായിരുന്നു, പ്രായത്തിൻ്റെയാണ്. പക്ഷേ ചെറിയ കുരുവാണെങ്കിൽ കുഴപ്പമില്ല. 50 പൈസ വട്ടത്തിൽ അത് വളർന്ന് ഒരു 2 ആഴ്ച നിൽക്കും. കാണുന്നവർ ഇത് മാത്രം പറയാം, ഓരോ മരുന്നുകൾ സജസ്റ്റ് ചെയ്യാൻ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. ഞാൻ പിന്നെ അത് തൊടാറില്ല, മുഖത്ത് തൊടാറില്ല. പിന്നെ എന്നും പ്രാർത്ഥിക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും തൈലം മുഖത്ത് പരട്ടും, അങ്ങനെ പറ്റുള്ളൂ. ഇപ്പോൾ അത് കണ്ടറിയാം 99%, 100% തന്നെ മാറിയെന്ന് പറയാം. ഇപ്പോൾ അത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. അതുപോലെ തന്നെ ഞാൻ വയർപ്പ് ഇത്തിരി കൂടുതലുള്ള മനുഷ്യനാണ്. വയർപ്പെന്ന് പറഞ്ഞാൽ എൻ്റെ കൈ മൊത്തം ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല, ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് പോകും. ചെരുപ്പിടാൻ പറ്റില്ല, ചെരുപ്പിട്ട് കഴിഞ്ഞാൽ ചെരുപ്പിൻ്റെ ഉള്ളിൽ ചെളിയാവും. ആ മാതിരി വയർപ്പാണ് എനിക്ക്. വയർപ്പ് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്നിട്ട് അത് കാരണം തന്നെ എൻ്റെ ബോഡിയിൽ അലർജി വരാൻ തുടങ്ങി പല സ്ഥലത്തായിട്ട്. അപ്പോൾ എനിക്ക് കിടക്കാൻ പോലും ബെഡിൽ കിടക്കാൻ പോലും പറ്റില്ല. അവിടെയും ഞാൻ തൈലം തൊട്ട് പ്രാർത്ഥിച്ചു, അതും എനിക്ക് സുഖപ്പെട്ടു. അതുപോലെ തന്നെ ഇത്രയാണ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ. അതുപോലെ തന്നെ എൻ്റെ അനിയത്തി ഞാൻ ഇവിടെ 6 ആവശ്യങ്ങളാണ് നമുക്ക് എഴുതിയിടാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ വീട്ടിൽ ചെന്നിട്ടും വേറൊരു പേപ്പറിൽ 6 ആവശ്യങ്ങളും കൂടി ഞാൻ എഴുതി എൻ്റെ 12 ആവശ്യങ്ങളായിട്ടാണ് ഞാൻ വെച്ചത്. ആ 12 9 എനിക്ക് സാധിച്ചു കിട്ടി. പിന്നെ എനിക്ക് ഈ ഉടമ്പടിയിലൂടെ 2 കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നത്, നമ്മൾ ഒരു കാര്യം ഇവിടെ മാതാവിൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞ് ആവശ്യപ്പെട്ട് പ്രാർത്ഥിച്ച് അത് നടന്നില്ല, അത് വെയിറ്റിംഗ് പീരീഡ് കൂടുതലാണെങ്കിൽ അപ്പം നമ്മൾ ഓർത്തോ, അത് എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച കാര്യമാണ്. അപ്പം നമ്മൾ എന്തായാലും ഉറപ്പിച്ചോ, നമ്മൾ വിചാരിക്കണേലും അങ്ങേപ്പുറത്തൊരു അനുഗ്രഹം നമ്മൾ മാതാവ് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഔപ്പേർ ആഗ്രഹിച്ചവനാണ്. അതെനിക്ക് 25 കുറച്ച് പൈസ എനിക്ക് പോക്കറ്റ് മണി ആയിട്ടിട്ടുള്ളൂ. അതിന് ഡബിൾ സാലറിയിലാണ് എനിക്ക് പോകാൻ പറ്റണേ. അതുപോലെ തന്നെ അക്കോമഡേഷൻ ഫ്രീ, ഫുഡ് ഫ്രീ, എല്ലാം ഫ്രീ ആയിട്ടാണ്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. കാരണം ഔപ്പേർ വഴി ഞാൻ ജർമ്മനി ചെന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് മാറാമെന്ന് വിചാരിച്ച B2 എഴുതിയെടുത്തിട്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും ഡിസർവ് ചെയ്യാത്ത കാര്യത്തിലേക്കാണ് ഞാനിപ്പോൾ വന്നേക്കണേ. ഇപ്പം അമ്മ എന്നെ തിരഞ്ഞെടുത്ത് ഇവിടെ വരെ എത്തിച്ചേക്കണേ. ഇത്രയും നന്നാ മാതാവിന് 1000 നന്ദി.